നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. വിഷു ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു സഹോദരങ്ങൾക്കെല്ലാം എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങൾ. അതുപോലെ അംബേദ്കർ ജയന്തി ആഘോഷിച്ച എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു. ഞാനൊരു പ്രത്യേക കാര്യം പറയുന്നില്ല. ഈ സോളമൻ ചക്രവർത്തി അഥവാ സുലൈമാൻ നബി കുഞ്ഞിനെ പങ്കിട്ടപ്പോൾ രണ്ട് തള്ളമാർ തർക്കത്തിൽ വന്നപ്പോൾ ആരാണ് യഥാർത്ഥ തള്ളയെന്ന് അറിയാതെ എന്നാൽ രണ്ടാക്കി പങ്കിടാമെന്ന് വിചാരിച്ച് ആ തീരുമാനം എടുത്തപ്പോൾ യഥാർത്ഥ തള്ള എന്താ പറഞ്ഞ, വേണ്ട എനിക്ക് പകുതി വേണ്ട, എനിക്കെൻ്റെ കുഞ്ഞിനെ ജീവനോട് കാണാമല്ലോ, അവിടെ അവർക്ക് കൊടുത്തോന്ന് പറഞ്ഞു. പഴയ സംഭവമാണ്, വളരെ ലോജിക്കുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ തള്ള എന്താ പറഞ്ഞത്, എൻ്റെ കുഞ്ഞിനെ പകുതിക്ക് വേണ്ട, എൻ്റെ കുഞ്ഞിനെ ജീവനോട് കാണാമല്ലോ, അവർക്ക് കൊടുത്തോന്ന് പറഞ്ഞു. ബുദ്ധിമാനായ പ്രവാചകൻ ഉടമസ്ഥ യഥാർത്ഥ തള്ള ആരെന്ന് മനസ്സിലാക്കി ആ യഥാർത്ഥ തള്ളി കൊടുത്തു. അതുപോലെ ഇന്ന് കോട്ടയം ജില്ലയിൽ അമ്മയും മകനും അച്ഛനും മകൻ സീരിയസ് ആയി കിടക്കുന്നു. ഒരു കുഞ്ഞു മകൻ അവിടെ ഉണ്ടായില്ല. പ്രേമത്തിൻ്റെ പേരിൽ ആ പെൺകുട്ടി ദുബായിൽ കണ്ട് നേഴ്സായിരുന്നു. ലീവിൽ വന്നപ്പോൾ അടുത്ത അയൽപക്കത്ത് വീട്ടുകാരൻ വിളിച്ചുകൊണ്ടുപോയി. അവർ കൂടെ പോകാൻ തയ്യാറായി. അവസാനം മുറി അടിച്ചിട്ട് പെട്രോൾ ഒഴിച്ച് എന്നിട്ട് കത്തി തീർന്നു. ഞാൻ പറയുന്നത് അവരുടെ വിഷമത്തെ ഞാൻ ഉൾക്കൊള്ളാണ്. സ്വന്തം പെറ്റു വളർത്തിയ മകള് അല്ലെങ്കിൽ മകനിങ്ങോട്ടെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ കൂടെ പോകുമ്പോൾ വിഷമം ഇല്ലെന്നല്ല പറയുന്നത്. വിഷമമുണ്ട്, തികച്ചും വിഷമമുണ്ട്. ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, സഹിക്കാനും പറ്റില്ല. ജീവിതം അങ്ങോട്ട് തീർന്നു പോയിക്കോട്ടെ എന്ന് ചോദിച്ച് മകളെയും കൊന്ന് അവരും ചാവുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് പക്വതയാണ്, പാകതയാണ്, വിവേകമാണ്. വികാരത്തിൽ നമ്മൾ അടിമപ്പെടാതെ വിവേകത്തിൽ അടിമപ്പെടണം. ആ വിവേകം എന്താ അവിടെ? നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ അവളുടെ വഴിക്ക് വിട്ടേക്കണം. അപ്പം എന്താണ്, അവളെ നമുക്ക് ജീവനോട് കാണാമല്ലോ. ഇതിപ്പോൾ അവളും പോയി നമ്മളും പോയില്ലേ, അവളും പോയി നമ്മൾ പോയതുകൊണ്ട് പ്രശ്നം തീർന്നു, അച്ഛനും പോയതുകൊണ്ട്. പക്ഷേ ഒരു മകൻ സുഖലം എടുക്കുന്ന വേറെ കുഞ്ഞു മകനുണ്ട്, അവർ കാര്യം നോക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ മാന്യ സഹോദരന്മാരെ, മക്കളോട് ഇനി പ്രേമിക്കുക പറഞ്ഞാൽ നടക്കൂല. മക്കളെ പുറത്തു പോകാൻ സ്വാതന്ത്ര്യം കിട്ടി പുറത്തു പോയിരിക്കുക. അവർ ആ പ്രായത്തിൽ സ്നേഹിച്ചു പോകും. കഴിയുന്നും അവരെ ഒഴിവാക്കാൻ നോക്കുക. ഒഴിവായില്ലെങ്കിൽ നഷ്ടപ്പെടാതെ അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കാം. അവരായി അവരെ പാടായി, അവരുടെ ജാതി മതമൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് സാമാന്യ ബുദ്ധി മനഃശാസ്ത്ര വിദ്യാർത്ഥി നിലയിൽ എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്. മറ്റത് കുരുത്തോലപ്പള്ളി പെരുന്നാളിന് നമ്മുടെ ഡൽഹിയിൽ പ്രദക്ഷിണം അനുവദിച്ചില്ല. അതിന് നമ്മുടെ ക്രിസ്തീയ മന്ത്രി പറഞ്ഞ മറുപടി എന്നറിയോ? അവിടെ പ്രശ്ന ഏരിയയാണ്. ഹിന്ദു ഹനുമാൻ സേനയ്ക്കും കൊടുത്തില്ല, അതാണ് ക്രിസ്ത്യാനിയും കൊടുക്കാതെന്ന് പറഞ്ഞു. എൻ്റെ പൊന്ന് വക്കീൽ സാറേ, നിങ്ങൾ ജനിച്ചതിന് RSSലേക്കാണ്, സമ്മതിച്ചു. ഹനുമാൻ സേന നടത്തുന്നത് ആയുധമേന്തിയാണ്. അവർ കടന്നുപോയി അവിടെ സ്വാഭാവികമായിട്ടും വഴക്കുണ്ടാവും, ആൾക്കാർ മരിക്കും, ഭയങ്കര പ്രശ്നമാവും, സങ്കീർണമാകും, ലോകാന് ഓട് തെറ്റും. പക്ഷെ ക്രിസ്തീയ സഭ കഴിഞ്ഞ 2000 വർഷം എടുത്താൽ ഏത് ജാഥയിലാണ് അല്ലെങ്കിൽ പ്രദക്ഷിണത്തിലാണ് ആയുധം കൊണ്ടു നടക്കുന്നത്? കൂടി വന്ന കുരുത്തോല ഉണ്ടാവും, മറ്റു ചില മെഴുതിരി കാണും. വേറെ ഏത് ആയുധമാണ് നിങ്ങൾ ഈ പറയുന്ന ക്രിസ്ത്യൻ സമുദായം ഏത് ആയുധം കൊണ്ടാണ് ഇവിടെ നടത്തുന്നത്? മുസ്ലിങ്ങളുടെ പള്ളിയിൽ വാളെങ്കിലുണ്ട്, ക്രിസ്ത്യൻ ചർച്ചിലെടുത്ത് അതുപോലും ഇല്ല. അക്കാര്യത്തിൽ അവർ വളരെ പെർഫെക്റ്റാണ്. എന്നിട്ട് മന്ത്രി പറയാണ് കുരുത്തോലപ്പള്ളിക്ക് അനുവാദം കൊടുക്കായിരുന്നത്, കുരുത്തോലപ്പള്ളി ജാഥയ്ക്ക് അനുവാദം കൊടുക്കായിരുന്നത് അവിടെ വഴക്കുണ്ടാവും, പ്രൊട്ടക്റ്റഡ് ഏരിയയാണ്, അതുകൊണ്ടാണ്. എൻ്റെ പൊന്ന് മന്ത്രി, നിങ്ങളുടെ പാവപ്പെട്ട ക്രിസ്ത്യൻ സമുദായം നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാം. ഒരു മറുനാടൊക്കെ സപ്പോർട്ട് ചെയ്യുമല്ലോ. മറുനാടൻ വേറൊരു കാര്യം പറഞ്ഞു, കുരുത്തോല പ്രദക്ഷിണം നിരോധിച്ചിട്ട് ഇവിടെ ഭയങ്കര പലിശ നടത്തി. ഇടുക്കിയിൽ കുരിശ് പൊഴുത് മാറ്റിയിട്ട് ആരും വേണ്ടിയില്ലോ. എടോ മറുനാടാ, അത് സർക്കാർ ഭൂമിയിൽ കൊണ്ടുവച്ച കുരിശാണ്, അല്ല പള്ളിമുറ്റത്ത് വെച്ച കുരിശല്ല. ഇവൻ്റെയൊക്കെ ചിന്തയും ആലോചന കണ്ടോ? സംഘ് പരിഹാര വെള്ള പൂശാൻ വേണ്ടി ഈ നികൃഷ്ട ജീവികൾക്കാണ് ഇത്ര ലോജിക്ക്.
അത് സർക്കാർ ഭൂമിയിൽ കൂടെ വെച്ച കുരിശാണ് എടുത്ത് ഫോറസ്റ്റ് എടുത്ത് മാറ്റിയത്, അല്ല പള്ളിപ്പറമ്പിലെ കുരിശല്ല. വടക്കേ ഇന്ത്യയിൽ മാറ്റി പള്ളിപ്പറമ്പിലെ കുരിശാണ്. അത് വ്യത്യാസമുണ്ട്. ഇതൊക്കെ നിനക്ക് ബോധമില്ലടാ. നിനക്ക് പണം വാങ്ങി നീ സംഘപരിവാറിനെ പുകഴ്ത്തുമ്പോഴേ ആ പാവം ക്രിസ്ത്യൻ സമുദായത്തിൽ നിങ്ങൾ ഒറ്റ കൊടുക്കില്ലേ, വിലക്ക് കൊടുക്കില്ലേ, വിൽക്കില്ല മോനെ. എനിക്ക് ബുദ്ധിയും പ്രവാചകൻ ദൈവാനുഗം കൊണ്ട് സംസാരിക്കാൻ കഴിവ് വന്നിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ അറിയാം. അത് നീ വെറുതെ മിസ്യൂസ് ചെയ്യും. പണ്ട് മന്ത്രി സാഹിബ് ആ സംസാര ശൈലിയുണ്ടല്ലോ, പബ്ലിക്കിന് ബുദ്ധി ഉണ്ടാക്കിയ പോലെ ആക്കരുത് എന്ന് പറയാണ്. പിന്നെ നമ്മൾ ഇന്നൊരു സംഘ് ചാനൽ കണ്ടി, ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. 100 വർഷമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പൊളിറ്റ് ബ്യൂറോയിൽ 72% ബ്രാഹ്മിൻസാണ്, പിന്നെ 91% സവർണ വിഭാഗമാണ്. അതുകൊണ്ട് വളരാത്തതെന്ന് ഇതൊക്കെ ഞങ്ങൾ പണ്ട് പറഞ്ഞാൽ സംഘി ചാനലൊക്കെ ഇപ്പോഴേ ബോധോദയം ഉണ്ടായുള്ളൂ. കാലം 11 പൊളിറ്റ് ബ്യൂറോ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 64 പിളർന്നപ്പോഴേ അതിൽ മാവോ കാണാൻ വിചാരിക്കേ. ഇതൊന്നും സംഘി ചാനൽ പറഞ്ഞില്ല. മാവോ കാണാൻ 64 പോയി. അതിനുശേഷം മാവോ മരിച്ച്. അതിൽ 11 പേരിൽ 9 പേരും 2% ബ്രാഹ്മിൻസ്, ബാക്കി ഒരു മുസ്ലിമും പിന്നെ ഒരു നായരാണെന്നോ അല്ലാതെ ഈഴവൻ നന്നില്ല, ദളിതും ഇല്ല. അപ്പം മാവോ ചോദിച്ചു, 2% ഈ വിഭാഗത്തെ നിങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയി എങ്ങനെ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാമെന്ന്. ആ പറയുന്ന അക്ഷരം ശരിയല്ലേ? മാവോ പോയെങ്കിലും മാവോ പറഞ്ഞ ആശയം വളരെ പ്രസക്തമല്ലേ? ഇന്നും സവർണ മേധാവിത്വമല്ലേ? കാരണം സവർണക്ക് കൊടുക്കണ്ടെന്നല്ല, അവർക്ക് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് അതല്ലേ നീതി, അതല്ലേ നിയമം. ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞോളൂ, 12 മന്ത്രിമാരെ കൊടുത്തിരിക്കുകയാണ് 9%, 23% 4-5 ഉള്ളൂ. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു പറഞ്ഞില്ല. അപ്പോൾ അവരൊന്നും ഒരു കാലത്തും 2 പാർട്ടികൾ ഇന്ത്യയിൽ ഒരു കാലത്തും ഉണ്ടാവില്ല. ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അത് അതമ്പതിച്ച് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അതമ്പതിച്ച് പോയി, അതും ഇല്ലാതെ വരും. മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും. ഇത് രണ്ടും ഇന്ത്യയിൽ ഈ നിലക്ക് പോയാൽ ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് 88% വരുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക് മാന്യമായ അംഗീകാരം കൊടുക്കണം. അത് എല്ലാം കൊടുക്കും. ഞങ്ങൾ ജാതിയിലെ മതം ഇല്ലാന്ന് പറഞ്ഞ ഈ അവരൊക്കെ പിണറായി വിജയന്റെ ഭാഷ പറഞ്ഞ് നികൃഷ്ട ജീവിതം പറയേണ്ടി വരും. കാരണം ജാതിയിൽ മതം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ പിന്നോക്കരെ കാണാൻ പറ്റതാ. പണ്ട് കുരുടിയായ അമ്മ അപ്പം ചുട്ടിപ്പോൾ അപ്പം ചെറുതായി പോയി. അപ്പോൾ അമ്മ പറയാം, എനിക്ക് കണ്ണ് കാണാൻ പാടുള്ളത്. ഇവിടെ കണ്ണ് കാണാൻ പാടുള്ളത് അമ്മ, എന്നാൽ നിങ്ങൾ കുറച്ച് വലുതായി ചുട്ടൂടെ എന്ന് പറഞ്ഞോലേ. 88% പിന്നോക്ക ഹിന്ദു സമുദായത്തിൽ നിന്നാലും ദളിത് വിഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തുകൂടാ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട്? നിങ്ങൾ BJP കുറ്റം വേണ്ടി BJP പ്രസിഡന്റ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സമ്മതിച്ചോ? പ്രസിഡന്റ് ആരോ വെച്ച്, പ്രധാനമന്ത്രി ആരോ വെച്ച്, പിന്നെ പ്രസിഡന്റ് ആരാണ്? നിങ്ങളുടെ പാർട്ടിയിൽ പിന്നോക്കെ ഇപ്പം ബേബിയും സവർണ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനിയാണ്, അല്ലാതെ ലത്തീൻ കത്തല്ല എൻ്റെ ധാരണ കേട്ടോ. എന്തുകൊണ്ടേ അങ്ങനെ വച്ചു? അപ്പോൾ ഇതൊക്കെ ആര് നിങ്ങൾ ഈ പിന്നെ വഞ്ചിക്കുന്നത്? പിണറായി സഖാവൻ എന്ന ഒരാളെ മുന്നിൽ നിർത്തി നിങ്ങൾ എല്ലാം ആനുകൂല്യം പറ്റല്ലേ? അത് വേണ്ടതേ. കാരണം പിന്നോക്ക എന്ന പേരിൽ വാസിൽ മോഡി പിന്നോക്കല്ല, മോഡി മുന്നോക്ക ജാതിയാണ്. പക്ഷെ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തെ ആ ജാതിയെ പിന്നോക്ക ലിസ്റ്റിൽപ്പെടുത്തി. അതൊക്കെ മുഖ്യമന്ത്രിമാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നോക്ക വാസിൽ മോഡി എന്നത് ഗ്രൂപ്പ് ഇന്ത്യയിൽ മുന്നോക്കം തന്നെയാണ്. എന്തുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അത് ചെയ്തില്ല. ഇനി CPM LDF തമ്മിൽ CPM തമ്മിൽ ഒരു കലകോട്ട് കുറേ നാളായി. വാസ്തവത്തിൽ CPI ചാണം തെളിച്ച് പുറത്താക്കുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ്. CPM പിണറായി സഖാവ് അല്ലെങ്കിൽ CPM നേതാക്കളെ CPI എന്ന പാർട്ടിയെ ചാണവെള്ളം തെളിച്ച് നിങ്ങളുടെ മുന്നിൽ പുറത്താക്കേണ്ട. എന്തുകൊണ്ടാണ് അറിയോ? ഇതൊക്കെ കേട്ടോളൂ. നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ ജന്മന കമ്മ്യൂണിസ്റ്റ്, ജന്മന CPI, ഈ മരിക്കോളം CPI വാദിക്കുന്നത് മുഴുവൻ സംഘപരിവാറിന് വേണ്ടി. ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു 2021 ഒരു ഫേസ്ബുക്ക് ഞാൻ ശ്രദ്ധിച്ചു. അത് പറഞ്ഞോ, പത്ര സഭയുടെ ഗുണ്ടായുസ്, കത്തോലിക്ക സഭയുടെ പിന്നെ പോക്കിത്തരം അല്ലെങ്കിൽ നെറികൾ എന്തൊക്കെയാണ് എന്നല്ല. ഈ ഒരു അരുവി മറിയക്കുട്ടി കൊലക്കേസിൽ ഒരു അച്ഛനെ കോടതി ശിക്ഷിച്ചു. തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുമ്പോൾ എന്തോ കാരണവശാൽ പോയി, അപ്പോൾ അയാൾ മരിച്ചുപോയി.
അപ്പം അതിന് സഭ പണം കൊടുത്ത് വേറെ ആരും രണ്ടുപേരെ കൊടുന്ന് അവരാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഏറ്റവും അത് വാർത്ത വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പോകിത്തം കാണിച്ചത്. 21-ലാണത്, ഇത് 25-ആണ്. 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞപ്പോഴേക്കുള്ളൂ ഈ പിന്നെ ഇതാണ് ജയശങ്കർ വക്കീൽ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പാല് ചാടും വായുന്നു, പിന്നെ സഭ എന്ന് പറഞ്ഞാൽ തേൻ ചാടും. അത്ര മൃദുത്വം, അത്ര പ്രോത്സാഹനമാണ്. 21 പറഞ്ഞ് കിടക്കണത്. അപ്പം എന്താണ്, സംഘപരിവാറിന് വോട്ട് കിട്ടണം. ഇതൊന്നും ആരും അറിയില്ലെന്ന് ധരിക്കരുത്. അതൊക്കെയാണ് നിങ്ങൾക്കുള്ള പ്രശ്നം. എന്താണ് മനസ്സിലാകുന്നത്? അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞു, ഇന്നിപ്പോൾ ഒരു പാർട്ടി ചോദിച്ചു, ഇത് ശരിയല്ലേ അവർ എന്നോട് വിളിച്ച് ചോദിക്കുന്നത്? അവർക്ക് എന്നിൽ അത്ര വിശ്വാസം ഉണ്ടായിട്ടുള്ളത്. ഞാനൊരു പഞ്ചായത്ത് മെമ്പർ ആവില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. അധികാരത്തിൽ പോകുന്ന ആളില്ലെന്ന് അറിയുന്നതുകൊണ്ട് അവരെ എന്നോട് വിശ്വസിച്ച് ചോദിക്കുന്നത്. ലീഗായിട്ട് ചോദിക്കണില്ല, അവർ അധികാരത്തിൽ പോകുന്നില്ല. എന്ത് പറഞ്ഞറിയോ? ക്രിസ്മസിന് എന്തോ അവധി, ക്രിസ്മസ് അല്ല ഈസ്റ്റർ വരിക, എന്തോ അവധി കൊടുക്കാത്ത പേരിൽ കോൺഗ്രസ് MP-മാർ ഡൽഹി പാർലമെന്റിൽ പ്ലേ കാർഡ് പിടിച്ച് സമരം നടത്തി. കേരളത്തിലെ കോൺഗ്രസ് MP-മാർ പോലും. നല്ല കാര്യം, തെറ്റൊന്നുമില്ല. പക്ഷെ 2 ദിവസം മുൻപ്, അതായത് മാർച്ച് 31 തിങ്കളാഴ്ച ചെറിയ പെരുന്നാൾ നടന്നത് ഇന്ത്യയിൽ. അന്ന് ഈ സംഘപരിവാറിൻ്റെ മന്ത്രിസഭ അവധി കൊടുത്തില്ല. അതേക്കുറിച്ച് എവിടെ പോയി നിങ്ങൾ ഈ കോൺഗ്രസ് MP-മാർ? അത് എന്തൊക്കെ ജോൺ ബ്രിട്ടാസ് മാത്രം അവിടെ ചെന്നിട്ട് ഒരു ചെറിയ അനക്കമുണ്ടാക്കിയത്. അപ്പോൾ ജനങ്ങളെല്ലാം ശ്രദ്ധിക്കും. ഞാൻ എല്ലാ പരിപാടിക്കും ആശംസയോ അല്ലെങ്കിൽ അന്നും ആദരം എഴുതാം. ഇന്ന് വിഷു ആയിരുന്നു, വിഷു ഞാൻ ഇട്ടില്ലെങ്കിൽ എന്നെ നോട്ടപ്പുള്ളിയാക്കും. നമ്മളെല്ലാവരും കാണണം, അതാണ് രാഷ്ട്രീയം. ഷാഫി പറമ്പിൽ ഇന്നത് അമ്പലത്തിന് മുറ്റത്തോ അമ്പലക്കുളത്തിലോട്ട് പോകണമെന്നോ കണ്ട് അതൊക്കെ പൊയ്ക്കോ. പക്ഷേ ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് ചെറിയ പെരുന്നാളിന് അവധി കൊടുക്കാതെ പ്രഖ്യാപിച്ചപ്പോഴേ നല്ല വാർത്ത ഉണ്ടായിരുന്നു. ജോൺ ബ്രിട്ടാസ് എഴുതുക, നിങ്ങൾ എന്തോടോ പ്ലേക്കാർഡ് പിടിക്കാതെ? ഇതൊന്നും അറിയുന്നില്ല എന്ന് വിചാരിക്കരുത്. അപ്പം നിങ്ങൾ എന്തിനാ അമ്മാവ് എന്നെ തല്ല, ഞാൻ നന്നാവില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതി കൂട്ടി നശിക്കാതെ പോകുന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യില്ല. ഇതൊക്കെ പറയുന്നതിലും ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് കൂടി ബാധിക്കാൻ നിങ്ങൾ അധികാരത്തിൽ കയറ്റാനാണ് ശ്രമിക്കുന്നത്. എന്നിട്ട് ഇടതുപക്ഷത്തെ നിലനിർത്താനും. അങ്ങനെ ബൃഹത്തുമായ വലിയൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ കേവലം മൊയ്തീൻ ഷാ അല്ല, 40% മുസ്ലിങ്ങളെ കൂടി റെപ്രസെൻറ്റ് ചെയ്യണം. അത് വിചാരിച്ച് നടക്കും, സംശയമില്ല. പക്ഷെ നിങ്ങൾ കാണിക്കുന്നില്ല, അത് തെറ്റാണ്. പക്ഷെ ഇന്ന് നമ്മൾ വന്ന വിഷയം രണ്ട് കാര്യമാണ്. ഒന്ന്, ഞങ്ങളുടെ ഗ്രൂപ്പ് ആദ്യം വോയിസ് ഓഫ് ജസ്റ്റിസാണ്, അതിനുശേഷം പിന്നെ ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് എന്ന പാർട്ടിയുടെയും പിന്നെ ദേശീയ ഗ്രാമ നഗര വികസന ഏജൻസി ഒരു സഹകരണത്തോടെ സംയുക്തമായിട്ട് തലസ്ഥാനം മധ്യ കേരളത്തിൽ മാറ്റം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടാൻ തുടങ്ങി. ഇപ്പോൾ 10-12 വർഷമായി. ഇപ്പോൾ ഈ മുറവിളി കൂട്ടാൻ കാരണം ഒരു 500 കോടി മുടക്കി അത് പണ്ട് നിയമസഭാ മന്ദിരം പണിതുപോലെ അവിടെ തന്നെ പണിയാൻ പരിപാടിയുണ്ട്. അവിടുത്തെ പണം ഇപ്പോൾ തൽക്കാലം മാറാൻ പറ്റില്ല, അതൊന്നും പരിഹരിക്കാനും പറ്റില്ല. അപ്പോൾ സ്ഥലം 30 ഏക്കറല്ലേ ഉള്ളൂ. നമുക്കൊരു 3000 ഏക്കർ മിനിമം വേണം. ആന്ധ്രാപ്രദേശ് വിഭജിച്ചപ്പോൾ 50,000 ഏക്കറാണ്. മറ്റ് പല രാജ്യങ്ങൾക്ക് 5,000-10,000 ഏക്കറാണ് മറ്റ് പല സ്റ്റേറ്റുകളും. നമുക്ക് അത്രയൊന്നും ഇല്ല, കേരളം ചേർത്താണല്ലോ. ഒരു 3000 ഏക്കർ മിനിമം വേണം, 5,000 പേരെങ്കിലും വേണം. അങ്ങനെ ഞങ്ങൾ അങ്കമാലി ഭാഗത്ത് കണ്ടിട്ടുണ്ട്. വളരെ സൗകര്യം. 1 കിലോമീറ്റർ എയർപോർട്ടിൽ അതിന് ദൂരമില്ല. അങ്കമാലി ഭാഗത്ത് കറുകുറ്റി ഭാഗത്ത് 1 കിലോമീറ്റർ നീളത്തിൽ നല്ല ഉയർന്ന പ്രദേശം. 2018 പോലും വെള്ളപ്പൊക്കം കയറാത്ത സ്ഥലമാണ്. നല്ല വിരിഞ്ഞ മാറെന്ന് പറയുന്നത് വിരിഞ്ഞ സ്ഥലമാണ്. ഭൂമധ്യരേഖയ്ക്ക് പാരലായി കിടക്കുന്നതാണ്. നമ്മുടെ ലോകത്തിൽ ഏറ്റവും വലിയ വിമാന റൺവേ ഉള്ളത് ഇന്ത്യ, നമ്മുടെ കൊച്ചി കേരളത്തിൽ നെടുമ്പാശ്ശേരിയാണെന്ന് പൈലറ്റ് പറഞ്ഞത്. ഭൂമധ്യരേഖയ്ക്ക് അടുത്തിരുന്ന് വിശാലമായ പാടമാണ്, അത് പിടുത്തമില്ല. വളരെ ഈസി ആയിട്ട് വെണ്ണയിൽ നൂല് വലിക്കും പോലെ വന്നിറങ്ങാവുന്നവർ പൈലറ്റ് വരെ പറഞ്ഞാണ്. അതുപോലെ ഏറ്റവും വലിയൊരു സുന്ദരമായ സ്ഥലമാണ് ഈ സ്ഥലം. അതിന് ഞങ്ങൾ ശ്രമിക്കുകയാണ് പറഞ്ഞു. ഇപ്പോൾ ഈ അതിനു വേണ്ടി 5-ാം തീയതി ഒരു പരിപാടി എറണാകുളത്തുണ്ട്. പിന്നെ അതുകൂടാതെ 24 ആഗസ്റ്റ് 14-ാം തീയതി ഒരു പരിപാടി ഉണ്ട് എറണാകുളത്ത് തന്നെ, ടൗൺ ഹാളിലായിരിക്കും. അതുകൂടാതെ ഈ വർഷം അവസാനം ഡിസംബർ 28 ഞായറാഴ്ച 3 മണിക്ക് ബോംബെ മലയാളി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഒരു സെമിനാർ,
അന്ന് പ്രത്യേകതയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച 140ാമത് വാർഷിക ദിനം കൂടിയാണ്. അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി 2025 പ്ലാൻ ശരിയാക്കിയാണ് ഞങ്ങൾ 2022 തുടങ്ങിയത്. അങ്ങനെ മുന്നോട്ട് പോണ്. അതിനിടക്ക് യൂത്ത് ലീഗുകാർ ഒരു ആവശ്യം ഉന്നയിച്ചായിട്ട് കണ്ടു. ഞാൻ ഇന്നലെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് വിളിച്ചിരുന്നു. അവർ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ. അവർ പറയുന്നത് തൃശ്ശൂർ മുതൽ അങ്ങോട്ടുള്ളതും പിന്നെ കണ്ണൂരുമെല്ലാം ചേർത്ത് ഒരു സംസ്ഥാനം വേണമെന്നാണ്. മാഹി ചേർത്ത് അപ്പുറത്ത് ഗൂഡല്ലൂരൊക്കെ ഉണ്ട്, ഗൂഡല്ലൂരുണ്ട്, അതൊക്കെ ചേർത്തിട്ട് ഒരു സംസ്ഥാനം വേണം. സംസ്ഥാനം വേണമെന്ന് വാദിക്കുന്ന രാജ്യത്തെ കുറ്റമൊന്നുമില്ല, അതൊന്നും ഞങ്ങൾ പറയാൻ തയ്യാറില്ല, ഞങ്ങൾ പണ്ടരാകുമില്ല. പക്ഷെ കേരളത്തിൽ പോലെ ചെറിയൊരു സംസ്ഥാനത്ത് ഇനി വിഭജിക്കുക എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ദൂഷ്യം ചെയ്യും. അതിന് വരുമാനം കെടുക്കുന്ന മുഴുവൻ എറണാകുളം ഒരു തെക്കോട്ടാണ്. ഒരു മലബാർ ഒരു കുറച്ച് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, നല്ല വരുമാനം കുറവാണ്, കമ്പനികൾ കുറവാണല്ലോ. അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം ഞങ്ങൾ ഒരു പരിധി പഠിച്ചതിന് ശേഷമാണ് അവസാനം സംസ്ഥാനം എന്നുള്ളത് അപ്രായോഗികമാണ്, പ്രായോഗികമല്ല എന്ന് മനസ്സിലായി. അത് ഞങ്ങളത് പിന്തിരിഞ്ഞ് എന്നെ വീണ്ടും തലസ്ഥാനം മാറ്റിയാൽ മതി എന്ന്. പക്ഷേ ഈ ലീഗുകാരെ സംബന്ധിച്ച് അവർ ഏതോ ആവേശം കൊണ്ടാണ് പറഞ്ഞത്. വെൽ സ്റ്റഡീഡ് ഇല്ല. ഇത് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ജോർജ് ഗിഡൻ സാർ. അദ്ദേഹത്തിൻ്റെ മകനാണ് IB ഗിഡൻ. ഞാൻ എൻ്റെ മകനെ പോലെയാണ് കണക്കുക. അദ്ദേഹം ഒരു ആവേശം കൊണ്ട് എന്തോ പാർലമെൻറ്റിൽ ഒരു വിഷയം ഉന്നയിച്ച് ഇവിടെ വന്ന് പിണറായി വിജയൻ കൊടുത്ത് വിജയ ഒന്നും പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചു തീരുമാനപ്പെട്ടത്. എന്ത് ഫയൽ വന്നാലും യെസ് ഓർ നോ ചർച്ച ചെയ്യണം. കോടതിയിലാണെങ്കിൽ അതിന് വിചാരണ ചെയ്യാൻ തുടങ്ങി, കുറച്ച് സ്ഥലത്താണ് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇതില്ലാതെ തന്നെ പിണറായി സഖാപ്പെട്ട് ഉത്തരവിട്ടത് പറ്റില്ല. നോനോ അതിൽ പാർട്ടിയിൽ IB ഗിഡൻ അല്പം ക്ഷീണം പറ്റിയത്. ഞങ്ങൾ അദ്ദേഹത്തിന് വാദിച്ചു. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അങ്ങനെ വരട്ടെ, അതൊരു അനുകൂലമാണല്ലോ എന്ന് പറഞ്ഞാണ് എന്ന് കുറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞ് അത് ആശ്വാസിപ്പിച്ചു. പക്ഷെ മുസ്ലിം ലീഗ് വേണ്ടത്ര പ്ലാനിങ് ചെയ്യാതെ, അതാണ് അവർക്ക് പറ്റിയ കുഴപ്പമാണല്ലോ. സ്റ്റഡിയില്ല. ഒരു സംസ്ഥാനം വേണമെന്നൊക്കെ മുസ്ലിം ലീഗിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ യുവജന വിഭാഗം പറയുമ്പോഴേ 100 വിട്ട് ആലോചിക്കണ്ടേ. കൗണ്ട് 10 ബിഫോർ ആക്ഷൻ. പറഞ്ഞോ തിരിച്ചെടുക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ അത് പ്രായോഗികമല്ല, അപ്രായോഗികമാണ്, പ്രാക്ടിക്കൽ അല്ല. അതേസമയത്ത് തലസ്ഥാനം മദ്യം മാറ്റുകയാണെങ്കിൽ അവർ ഉദ്ദേശിച്ച് ഫലം ചെയ്യും, അത് പ്രാക്ടിക്കലാണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് വിളിച്ചത്. ഞങ്ങൾ കുറച്ച് സംസാരിച്ചു. അദ്ദേഹം തിരക്കാണ്, സ്വാഭാവികമുണ്ടോ, പെട്ടെന്നല്ലേ, മുന്നറിയിപ്പില്ലല്ലോ. പിന്നീട് വിളിക്കാന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. ഇല്ലെങ്കിൽ 2 ആഴ്ച വീണ്ടും വിളിക്കാം. അപ്പോൾ മുസ്ലിം ലീഗ് തീരുമെടുത്ത കാര്യം പ്രതി യൂത്ത് ലീഗ് എടുത്ത കാര്യം എല്ലാ കാര്യത്തിലും മുസ്ലിം ലീഗ് ഇതുപോലെയാണ്. ഒരു പ്ലാനിങ് ഇല്ലാതെ പോകുന്നു, ഒരു ഇതും ഇല്ലാതെ. ഞാൻ പറഞ്ഞു എറണാകുളം ജില്ലയിൽ ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ പറ്റുമോ? ആ മുസ്ലിം എന്ന് വാക്ക് മാറ്റാൻ പറ്റും, മാറ്റുന്നുണ്ട് അവർ. അറബിക് സർവകലാശാല എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ? അതല്ല ഈ ആൾക്കാർ ക്രിക്കറ്റ് കൊത്തുന്നത്. ഈ കൊല്ലൻ്റെ ആലയിൽ നിൽക്കുന്ന മൊയിൽ നിൽക്കുന്നു, കൊല്ലൻ ഇരുമ്പയിൽ മുട്ടുന്നു, പക്ഷേ ആട് പിടക്കുന്നു. വാതിൽ മുട്ടുന്ന ആടിനല്ല, ഇരുമ്പയിലാണ്. പക്ഷെ അതിൻ്റെ ഫലം കിട്ടുന്ന ആടിനാണ്. അത് പേടിച്ച് മുട്ടും. അതുപോലെയാണ് മുസ്ലിം ലീഗ് നിങ്ങൾ പറയുന്ന എല്ലാ മണ്ടത്തിലും അപകടം ഈ സമുദായത്തിലേക്ക് അവസാനം ചേരുന്നത്. അതിലൊരുത്തരായി ഞാനും ആയിപ്പോയില്ലോ, അതുകൊണ്ടായി പറഞ്ഞത്. അത് നിങ്ങൾ മുസ്ലിം എന്ന പേര് മാറ്റി എന്ത് പാർട്ടി ഇട്ടോ ആർക്കും ഒരു വിധമല്ല. നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, തല മറച്ചോ, കുത്തി പറഞ്ഞോ, നമുക്ക് പ്രശ്നമില്ല. ഇപ്പോൾ കേരള കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെല്ലാം പ്രശ്നം പറഞ്ഞു. സമുദായത്തിലേക്ക് ഞങ്ങൾക്ക് പ്രശ്നമാണോ? അല്ല. പക്ഷെ നിങ്ങൾ ഈ സമുദായത്തിന് പേര് വഹിക്കുന്നു, ജാതിയുടെ പേര് വഹിക്കുന്നു. ഇന്ന് ഞാൻ ചോദിക്കുന്നത്, ലോകത്ത് ഏതെങ്കിലും പാർട്ടിയിൽ ജാതി പാർട്ടി ഉണ്ടോ? നിങ്ങളുടെ നേതാവ് CH മുഹമ്മദ് സാഹിബ് എൻ്റെ നേതാവായിരുന്നു, ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. ഞാൻ ഫിറോസ് ഖാദി മാത്രമല്ല, CH മുഹമ്മദ് സാഹിബിനും ബാബി തങ്ങൾക്ക് ബഹുമാനിക്കുക. അവരൊക്കെ മനുഷ്യത്തുള്ളവരാണ്. അദ്ദേഹം പറഞ്ഞ് ഇറ്റലിയിൽ ജർമ്മൻ ഒരു ജർമ്മൻ കോൺഗ്രസ് ഉണ്ടായിരുന്നു, അത് ക്രിസ്ത്യൻ കോൺഗ്രസ്. അതിപ്പോൾ അതുമില്ല. അദ്ദേഹം പറഞ്ഞ് 40-40 വർഷം മുമ്പ്, മരിച്ച് 10-25 വർഷമായില്ലേ, അത് പറഞ്ഞ് 40 വർഷം മുമ്പ്. അത് ഇപ്പോൾ അതുമില്ല. ലോകത്ത് ഒരു രാജ്യത്തും ജാതിയുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല, ഇന്ത്യയിലും ഇല്ല.
എന്നിട്ട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഞാൻ കള്ളന്മാരെന്ന് പറയുന്നറിയോ? ഇത്രയും മനസ്സിലാക്കിയിട്ട് എന്താണ് നിങ്ങളിത് മാറ്റാത്തത്? ഈ നാണക്കേട് എടുക്കണോ? കുഞ്ഞാക്ക, നിങ്ങൾക്ക് എത്ര വയസ്സായി? ഇനി എത്ര നാളുണ്ട്? നിങ്ങൾ ദേശീയ കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ 40% വരുന്ന മുസ്ലിങ്ങളുടെ പ്രതിനിധികൾ എന്നാൽ നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം നിങ്ങളുടെ തളിയിൽ കൈ കൊണ്ടുവരും. ഇത് പാർട്ടി ലീഗ് കുഴപ്പമില്ല, പക്ഷെ മുസ്ലിം എന്ന് ജാതി പറയരുത്. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ സമൂഹത്തോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണത്. ഞാനിപ്പോൾ കൊച്ചിയിൽ ഇന്നലെ പറഞ്ഞല്ലേ, 2 കാക്കാന്മാർ തർക്കിച്ചിട്ടാണ് അവസാനം മുനിസിപ്പൽ ചെയർമാൻ്റെ സ്ഥാനം പോയത്. അവരെല്ലാം സമുദായ സ്ഥിതി അവരുടെ കാര്യം നോക്കുള്ളൂ. ലീഗുകാർ സമുദായത്തെ നോക്കുന്നത് അവരുടെ കാര്യം ലാഭം നോക്കണത്. ഇപ്പം മലപ്പുറം ജില്ലയിൽ ഒരൊറ്റ മുസ്ലിം കോൺഗ്രസ് വരാതിരിക്കുന്ന അവർക്ക് സന്തോഷമാണ്. ഒരു ജില്ലയിൽ നിന്ന് മുസ്ലിം വരാതിരിക്കുന്ന സന്തോഷമാണ് അവർക്ക്. അതൊക്കെ ഫാസിസം തന്നെയാണത്, മിനി ഫാസിസാണ്. RSS മാത്രം പറഞ്ഞല്ല ഫാസിസാണ്, ഇതും മിനി ഫാസിസാണ്. കാരണം അവർക്ക് സമുദായം നോക്കട്ടെ, അവർ ലീഗിൽ നിൽക്കില്ല. അവർ കാക്കന്മാരെല്ലാം ലീഗിൽ നിൽക്കണം, അവർക്ക് ഭരിക്കണം. അത് വേണ്ടെന്നേ. ഇത്രയും കാലം ആകെയുള്ള ഭരണത്തിൽ 69% നിങ്ങൾ ഭരണത്തിലുണ്ടായത്, മുഖ്യമന്ത്രി ഉൾപ്പെടെ 2 ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ. എന്നിട്ട് എറണാകുളം ജില്ലയിൽ ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ പറ്റുമോ? മലബാർ ഏരിയയിലെ വിദ്യാഭ്യാസത്തിന് സീറ്റില്ലാതെ കഷ്ടപ്പെടുന്നത്, അത് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ? അന്ന് ഡൽഹി നിങ്ങളുടെ കയ്യിലായിരുന്നു, കോൺഗ്രസ് കയ്യിലായിരുന്നു, കേരളം നിങ്ങളുടെ കയ്യിലായിരുന്നു. നിങ്ങൾക്ക് എന്തും ചെയ്യുമായിരുന്നു. എന്തിട്ട് ചെയ്തോ ലീഗ് നേതാക്കളെ? ഇപ്പൊ തൊപ്പി വെച്ചെടുക്കുന്ന വലിയ പ്രാസംഗികണ്ടല്ലോ, അദ്ദേഹം എന്താ പറഞ്ഞു, ഹാജിയാരെന്ന് പറയേണ്ട ആവശ്യമില്ല. ശരിയാണ്, ഹജ്ജ് എന്ന് പോയാൽ ചടങ്ങ് കഴിഞ്ഞാൽ പ്രത്യേക ഹാജി എന്ന് പറയേണ്ട കാര്യമില്ല, സമ്മതിച്ചു. അദ്ദേഹം ഉണ്ടായില്ലേ? എത്ര വർഷമായി നിങ്ങൾ ലീഗിൽ നിൽക്കുന്നത്? നിങ്ങൾക്ക് പറയാൻ പാടില്ലേ കുട്ടികൾക്ക് പഠനത്തിന് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഇല്ല, അത് വേണമെന്ന് പറയാൻ പാടില്ലേ? അന്ന് കുഞ്ഞുമാനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ കേൾക്കുമായിരുന്നല്ലോ. ചെയ്തോ? അത് എന്തത്? ഇനി ഏത് കാലത്ത് നിങ്ങൾ നന്നാകാൻ പോകുന്നത്? ആ പേര് മാറ്റി ഒരു ദേശീയ കാഴ്ചപ്പാടിലെ പേരിട്ട് മുന്നോട്ട് പോയി ഇപ്പം തന്നെ അടിച്ച് കയറുന്നത്. തെറ്റാൻ ശരിയായാലും STP ആണ്. STP മുഴുവൻ നമുക്ക് പിന്താങ്ങാൻ പറ്റില്ല, കാരണം അവർ അല്പം തീവ്രതയൊക്കെ ഉണ്ട്. പക്ഷെ ലീഗ് നിങ്ങൾ ശ്രദ്ധിക്കുക, അവർ വടക്കേ ഇന്ത്യയിൽ പല സ്റ്റേറ്റിൽ അവർ കയറി വരുന്നുണ്ട്, അവർ പ്രതികരിക്കുന്നുണ്ട്, അവർ ചിന്തയിട്ട്. നിങ്ങളോ? നിങ്ങൾ ഡൽഹിയിൽ പാർട്ടി ഓഫീസ് ഉൾക്കാൻ വേണ്ടി എന്തോ എന്നാൽ കോടികൾ പിരിച്ചല്ലോ. ആ ഓഫീസ് എന്താ ഉദ്ഘാടനം ചെയ്തോ? എനിക്കൊന്നും അറിയില്ല. സാധാരണ ചെയ്തതിന് ശേഷമാണ് ഇത്രയും വലിയ പരസ്യം കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. ആഫ്റ്റർ പ്രോഗ്രാം, ആഫ്റ്റർ മാനുഫാക്ചറിങ്. ഇതെന്തോ തറക്കിലിട്ടപ്പോഴാട്ടാ വലിയ പണ്ടൊക്കെ പിരിച്ച് ദിവസം പ്രതി ഇങ്ങനെ കോടികൾ ഒഴുകിക്കൊണ്ടിരുന്നു. 10-20 കോടിയായിട്ട് പിടിച്ചു തോന്നും. അതൊക്കെ നല്ല കാര്യം. നിങ്ങൾ വിചാരിച്ചിട്ട് പലത് നടക്കും. നിങ്ങൾ ചെയ്യേണ്ടത് പടച്ചനെ ഓർത്ത് എന്ന് ഞങ്ങൾ പറയാം, അല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത്, അല്ലെങ്കിൽ പ്രകൃതി ഓർത്ത്, നാടിനെ ഓർത്ത് നിങ്ങളെ മുസ്ലിം എന്നൊരു പേര് മാറ്റുന്നേ. എന്നിട്ട് നിങ്ങൾ ദേശീയ കാഴ്ചപ്പാടെങ്കിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം നിങ്ങളുടെ കയ്യിൽ വരും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആകെ 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് 5 വോട്ടാണ് ക്രിസ്ത്യാനി വോട്ട് UDF കിട്ടുന്നത്, 1 വോട്ടാണ് നായർ വോട്ട് കിട്ടുന്നത്, 1 വോട്ടാണ് ഈഴ വോട്ട് കിട്ടുന്നത്. എന്നിട്ട് അവർക്കെല്ലാം മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ ആഗ്രഹമുണ്ട്, താല്പര്യം എടുക്കാൻ തയ്യാറാണ്. 60 വോട്ട് അല്ലെങ്കിൽ 40 വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ 38 വോട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടാത്തത്? നിങ്ങളെ മുസ്ലിം എന്ന ജാതി പാർട്ടി ഉപയോഗിച്ചിട്ടാണ്. ഇത് എന്നിടോ കാക്ക നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? തങ്ങളുടെ കുഞ്ഞാക്കളും ചോദിക്കാതെ കാക്കാന്ന് പറഞ്ഞത് നിങ്ങൾ ഇത് മനസ്സിലാകുന്നത്? ഇതിൻ്റെ അപകടം മനസ്സിലാകുന്നത്? കോൺഗ്രസ് ഒരുത്തന് പോലും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. കാരണം നിങ്ങൾ വളർന്നു പോവും. നിങ്ങൾ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. അവർ നിങ്ങളുടെ കയ്യിൽ നിൽക്കണം. നിങ്ങൾ എപ്പോഴും ഉപമുഖ്യമന്ത്രി മാക്സിമം വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ചിന്തിക്കരുത്. അതാണ് കോൺഗ്രസ് ചില നേതാക്കൾ ചിന്തിക്കുക. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയല്ലോ. ഇവിടെ കുഞ്ഞാക്ക കുളം താഴ്മ കുറ്റി തന്നെ പറഞ്ഞോളൂ. കുറ്റി പറിക്കാൻ വേണ്ടി കുളം താഴ്ത്തട്ട. അതുപോലെ നിങ്ങൾ ദേശീയ ധാരയുള്ള പ്രസ്ഥാനം ഉണ്ടാക്കിയാൽ നിങ്ങൾ കയ്യിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ വരും. ചോദിക്കല്ലോ, 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് ഈഴവൻ്റെ UDF കിട്ടുന്നത്. 100 വോട്ട് ചെയ്യുമ്പോൾ ഒരാട്ട് പോലും കിട്ടുന്നില്ല ഈ നായർക്ക് കിട്ടുന്നത് UDF. ക്രിസ്ത്യാനി 5 വോട്ട് കിട്ടും, 10 വോട്ടുള്ളിൽ 5 എണ്ണം കിട്ടും, ബാക്കി 3 പുറത്തുള്ളൂ. അങ്ങനെ കിട്ടുന്ന അവർക്ക് മുഖ്യമന്ത്രി അതിനെ കുറിച്ച് ആർക്കും തടസ്സം പറ്റില്ല. പറിച്ച് 38 വോട്ട് ചെയ്യുന്ന ഞാൻ മുസ്ലിം ലീഗിൽ ഒരാൾ പോലും ബുദ്ധിയുള്ളവരില്ല ചെയ്യുന്നത്, ദീർഘവീക്ഷണമില്ലേ, സമുദായ സ്നേഹിയില്ല ചെയ്യണേ. 30 വോട്ടാണ് മുസ്ലിം സമുദായത്തിൽ കിട്ടുന്നത് വോട്ടിൽ. ആ 38 വോട്ട് കിട്ടുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം വരും.
അത് നിങ്ങൾ ആ ഉടായ്പ് മാറ്റമല്ലേ. ജയശങ്കർ വക്കീൽ കത്തോലിക്ക സഭയെ പറഞ്ഞ ഉടായ്പ് മാറ്റിയിട്ട് നിങ്ങൾ മാന്യമായി ചിന്തിക്കുക, ദേശീയമായി ചിന്തിക്കുക, ദീർഘമായി ചിന്തിക്കുക, മനഃശാസ്ത്രമായി ചിന്തിക്കുക, താത്വികമായിട്ട് ചിന്തിക്കുക, ശാസ്ത്രീയമായി ചിന്തിക്കുക, അരിത്തമെറ്റിക്കായിട്ട് ചിന്തിക്കുക. അപ്പം നിങ്ങൾക്ക് ഫലം കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ടുഡേ ഇറ്റ് സെൽഫ്, നമുക്ക് നാളെ എന്നൊരു പോസ്റ്റ്പോൺ ഇല്ല. ഇന്ന് നിങ്ങൾ രാത്രി അന്ത്യയാമത്തിൽ കുഞ്ഞാക്ക നിങ്ങൾ വിശ്വസിക്കുന്നുള്ള പടച്ചവനില്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്താട് കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് 12 മണിയാകുമ്പോൾ എഴുന്നേൽക്കും, ഒന്നു എടുക്കുക. സാധനം പല ഒന്നുമില്ല കിടക്കുന്നത്. ഞങ്ങളൊക്കെ കിടക്കുക രാത്രി പല ഒന്നിൽ കിടക്കാണ്. എങ്കിലും ഒന്നു കൊടുക്കും, പാലൊക്കെ എഴുന്നേൽക്കും, എഴുന്നേൽക്കുക, ഒന്നു എടുക്കുക, 2 സുന്നത്ത് നമസ്കരിച്ച് കണ്ണടിച്ച് ഇരിക്കുക, അല്ലെങ്കിൽ കിടക്കുക, അള്ളാഹു ദുആ ചെയ്യുക. ഈ മൊയ്തീൻ ഷെഹ്ന രാജ്യദ്രോഹി അല്ലെങ്കിൽ കുലദ്രോഹി, ഞങ്ങളുടെ ശത്രു, ഇങ്ങനെ പറയണ്ടല്ലോ പടച്ചവനെ, എന്താണ് അതിൻ്റെ ശരിയെന്ന് വയ്ക്കുക. അപ്പോൾ സത്യവും കല്ലും നെല്ലും മാറ്റി, കല്ലും പതിരും മാറ്റി നെല്ല് കിട്ടുമ്പോൾ സത്യം അള്ളാഹുവിനകം നിങ്ങൾക്ക് ബോധ്യപ്പെടും, നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഇനി ഇതിക്കുള്ള എന്താണ് നിങ്ങളോട് പറയാ. ഇന്ന് തന്നെ നിങ്ങൾ ചെയ്ത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുഞ്ഞാക്കയുടെ കയ്യിലേക്ക് കൊടുക്കും, ചെവിയിലേക്ക് എത്തിക്കും. ഞാൻ ഇത് പ്രധാനമായി പിണറായി സഖാവിന് ചെവിയിലേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ പിയിൽ എത്തുന്നുണ്ട്. കുഞ്ഞാക്കട അങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല, എനിക്ക് അത്ര നിർബന്ധമൊന്നുമില്ല കുഞ്ഞാക്കട എത്തണമല്ലോ. എങ്കിലിപ്പോൾ പറയാണ്. കാരണം അറിയോ, നിങ്ങൾ ചെയ്യ്, പേര് മാറ്റ്, അപ്പോൾ അതിൻ്റെ ഗുണമുണ്ടാവും. അതല്ല ചെയ്യുന്നത്, അതാ ചെയ്യാത്തതാണ്. അപ്പോൾ ഇതിൽ ഈ ഇത്രയും കാര്യം പറയാണ് ഞാൻ. പിന്നെ വേറൊരു കാര്യം, കോർപ്പറേഷനെ കുറിച്ച്. കോർപ്പറേഷൻ ബോർഡ്, ടൗൺ ഹാൾ എന്നറിയോ, മുനിസിപ്പൽ കോർപ്പറേഷൻ ടൗൺ ഹാൾ, അതിനേക്കാൾ നല്ലത് അത് നീണ്ടു പോലെ, അതിനൊക്കെ നല്ലത് നിങ്ങൾ കോർപ്പറേഷൻ വെച്ചിട്ട് ബ്രാക്കറ്റിൽ LB, എന്താണ്, ലോക്കൽ ബോഡി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. അതിൻ്റെ സാധനം LB എന്നറിയുന്നത്. ഇപ്പോൾ KCB എന്ന് കൊടുക്കല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ റോഡ്സ് ആൻഡ് ബിൽഡിങ്സ് തന്നെ PWD കൊടുക്കുമ്പോൾ നിങ്ങൾ കോർപ്പറേഷൻ എന്ന പേര് വെച്ചിട്ട് ബ്രാക്കറ്റിൽ LB. അപ്പോൾ എന്ത് കോർപ്പറേഷൻ, ഫൈനാൻസ് കോർപ്പറേഷൻ അല്ലാതെന്നും അത് ലോക്കൽ ബോഡി ഉള്ള ബോർഡാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് നീണ്ട പേര് ഒഴിവാക്കാം. ഇത് മുനിസിപ്പൽ കോർപ്പറേഷൻ, പിന്നെ ഇനി പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ വരും. അത് വേണ്ട, അതൊക്കെ ഒരു പരിഷ്കാരം വരുത്താം. അതുപോലെ ഞാൻ കോർപ്പറേഷൻ മറ്റു കാര്യം പറഞ്ഞു, ഈ സിറ്റിയാണിത്, കോർപ്പറേഷൻ എന്ന സിറ്റിയാണ്. ഇവിടെ വരുന്നതിൽ 60-70% പ്ലോട്ടഡ് പോപ്പുലേഷൻ വന്നു പോകുന്നവരാണ്. അപ്പോൾ വണ്ടി ഓടിച്ച് കുരുകുരുവാന്ന് ഇവിടെ റോഡുണ്ട്, വണ്ടി ഓടിച്ച് പോകുമ്പോൾ ആ ചില റോഡ് എൻഡാണ്, ഡെഡ് എൻഡ് എന്ന് പറയും. ഡെഡ് എൻഡ് ആണെങ്കിൽ അവിടെ എന്തായിട്ട് ആ റോഡിൻ്റെ ഫ്രണ്ടിൽ ഓപ്പൺ എന്ന് വയ്ക്കണം, ഒരു O എന്ന ബോർഡ് വയ്ക്കണം. അപ്പോൾ ഓപ്പൺ ഇല്ല അവസാനിക്കുകയാണെങ്കിൽ O വെച്ചിട്ട് അത് കട്ട് ചെയ്യണം. നോ എൻട്രി എന്ന് പറയുമ്പോൾ നോ എൻട്രി ബോർഡ് വെച്ചിട്ട് 0 വെച്ചിട്ട് കട്ട് ചെയ്യാണല്ലോ, അല്ല എഴുതാനല്ലോ. അപ്പോൾ 0 ബോർഡ് കൊടുത്തിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അത് നോ എൻട്രി ആണ്, അങ്ങോട്ട് അറ്റം കടക്കൂല. ഇത് പലരും വന്നിട്ട് മടങ്ങി പോവാണ്. പല റോഡുകൾക്കും കൂടെ എൻട്രൻസ് ഇല്ല, അവസാനിക്കുകയാണ്. അപ്പോൾ അവസാനിക്കുന്ന റോഡ് ആ എൻട്രൻസിൽ തന്നെ ചെറിയൊരു സിഗ്നൽ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇത് ഓപ്പണിംഗ് ഇല്ല, അവിടെ പോകരുത് അങ്ങോട്ട്. എത്ര എളുപ്പമാണ് നമുക്ക്. അങ്ങനെയൊക്കെ ചിന്തിക്കുക. ഞാൻ വേറൊരു കാര്യം ദുഃഖകരമായി പറയാൻ കേട്ടോ, കോർപ്പറേഷനെ കുറിച്ച് പറഞ്ഞു. അവിടെ 20,000 ബോർഡുണ്ട് കോർപ്പറേഷനിൽ. ഈ 10-80 വാർഡിലായിട്ട് ഒരു 20,000 ബോർഡ് വരുമ്പോൾ ഒരു ബോർഡ് ഏതാണ്ട് 3,000 രൂപ വരും. ഇപ്പോൾ 20,000 × 3 6 കോടി രൂപ വരും. 6 കോടി രൂപ മുടക്കി അവരിപ്പോൾ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിലവിലുള്ള ബോർഡ് ഒരു കുഴപ്പമില്ല. ആ ബോർഡ് വേണ്ടി കേടുള്ളതാണെങ്കിൽ ഒന്ന് റിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ റീപെയിൻറ്റ് ചെയ്യാം. ഇതൊന്നുമില്ല, അതെല്ലാം മാറ്റി പുതിയ ബോർഡ്. പക്ഷെ അന്ന് വെച്ചതിനേക്കാൾ 1 അടി പൊക്കം വെച്ചിട്ടുണ്ട്, അത് ശരിയാണ്. കുറച്ച് വലിപ്പം കൂട്ടിയുണ്ട് വെച്ച്. 6 കോടി രൂപയാണ് ഏതാണ്ട് ചിലവായിരിക്കുന്നത്. അതിൽ 50% കമ്മീഷനായിട്ട് പോകുള്ളൂ, ബാക്കി 50% ചിലവാകുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരും മേയർമാരും മറ്റ് ഓരോ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ശ്രമിച്ചാൽ നമ്മുടെ നാടിന് എന്ത് പുരോഗതി. ബോർഡ് കേടാണെങ്കിൽ ആ ബോർഡ് മാറ്റിയ പോരെ. ചില ബോർഡ് തുരുമ്പിടിച്ചിടാം, ആ ഒരെണ്ണം മാറ്റാം, അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൽ റീപെയിൻറ്റ് ചെയ്യാം. അത് എങ്ങനെ വന്നാലും ഓരോ 10-1 ചാർജ് വരുള്ളൂ. ഇത് ബാക്കി 90 ഇരട്ടി കൂടുതലൊന്നുമില്ലേ. എത്ര കോടി രൂപ വേണം നിങ്ങൾക്കറിയാം. 100ഓളം വാർഡിൽ 2,000 വെച്ച് കൂട്ടിയതിന് 20,000 വരും. 20,000-ന് 3,000 കണക്കാക്കിയാൽ തന്നെ ഏതാണ്ട്
ഞാൻ ഈ സെയിൽസിൽ പ്രൊഫഷണൽ ആളാണ്, വെറുതെ പറഞ്ഞില്ല. ഏതാണ്ട് 6 കോടി വന്നിട്ട് 6 കോടി രൂപ കഴിഞ്ഞാൽ പണം കിടക്കല്ലേ. പറയും മാർച്ച് എൻഡ്, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം മാർച്ച് എൻഡ് അല്ലേ ഇപ്പല്ലേ ഏപ്രിലേത്, അപ്പോൾ അവിടെ പാസ്സാക്കിയിടുന്നത് ആ വീതം എടുത്തിടുന്നത്. ഇങ്ങനെ ഓരോ നിലയിലും പരമാവധി ചൂഷിക്കുകയാണ്. ഈ കോർപ്പറേഷൻ മാത്രം എല്ലാ സ്ഥലവും പഞ്ചായത്തും ഒക്കെ എല്ലാം ഷെയർ ചെയ്യാണ്. അങ്ങനെ ഷെയർ ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുഖ്യമന്ത്രിയുടെ മകള് ഈ 2 കോടി നക്കാപ്പിച്ച, മുഖ്യമന്ത്രിക്ക് പണത് 2 കോടിക്ക് നക്കാപ്പിച്ച 1000 കോടി ഇടപാട് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ 2 കോടി ഇപ്പം നാണം കേടായില്ലേ? വല്ല കാര്യമുണ്ടോ? നമ്മൾ ഇത്രയൊക്കെ ഇല്ല, അത് തെറ്റാണ്, അത് സഖാവിനെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്താണ്, രാഷ്ട്രീയമാണെന്നൊക്കെ പറയാം. അതൊന്നും മുഴുവൻ ആൾക്കാർ വിശ്വസിക്കില്ല. എന്താണ് സഖാക്കളെ നിങ്ങൾക്കൊക്കെ ഒരു ബോധോദയമില്ലാത്തത്? ഇന്ന് കേരളം ഭരിക്കുക LDF 2 കോടി 5 കോടി 10 കോടി ഒരു കണക്കാണ്. ഓരോ പ്രാവശ്യം ചെയ്യുന്ന ബഡ്ജറ്റിലെ ഏതൊരു 10% ഈ അതിൻ്റെ ആധികാരികൾക്ക് കിട്ടുന്നുണ്ടാകുന്ന ഒരു രഹസ്യ കണക്ക്. അത് ഈ കേരളത്തിൽ മാത്രമല്ല, ദേശവ്യാപകമായിട്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ഫ്രാൻസിലെ അവിടുത്തെ അടിപതി കുറ്റം പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇന്ത്യയിൽ മാത്രമല്ല. ഫ്രാൻസിൽ 5000 തീവണ്ടി എഞ്ചിൻ ഇറക്കാൻ തുടങ്ങി. ഇറക്കി കഴിഞ്ഞ് വന്നപ്പോഴും പ്ലാറ്റ്ഫോമിൽ കൊള്ളില്ല. കാരണം പ്ലാറ്റ്ഫോം അല്പം ഒരു അടി അടുത്ത് വ്യത്യാസം വന്നു. എഞ്ചിൻ വെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ആ പ്ലാറ്റ്ഫോം ഏതാണ്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുള്ള പ്ലാറ്റ്ഫോം അടിക്ക് പകരം വെട്ടിച്ചതാക്കിയിട്ടുണ്ട്. അതിന് എത്ര കോടി രൂപ വന്ന് അതിലവർക്ക് കമ്മീഷൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് അവർ മണ്ടന്മാരായിട്ടല്ല, അങ്ങനെ ചെയ്യാൻ വേണ്ട. ഇത് തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഒരു സംഭവമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ വലിയൊരു എൻജിൻ കൊണ്ടുവന്ന് ഇറക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ബോൾട്ട് കിടക്കൂല. അപ്പോൾ ഒരു പുണ്യവാളൻ ചോദിച്ചു, എൻ്റെ പൊന്ന് സാറേ നിങ്ങൾ എന്ത് മണ്ടത്തര കാണിച്ചത്, ഇത് കിടക്കൂല്ലോ. അപ്പോൾ അതിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ മാറ്റി നിർത്തി തമാശ പറഞ്ഞോ, ഇത് മണ്ടനായിട്ടില്ല, ഞങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ പൊളിച്ചു പണിയാനും ഒട്ടേണ്ടി വരും, അവധിയിൽ ഞങ്ങൾക്ക് കമ്മീഷൻ കിട്ടും, അങ്ങനെ കമ്മീഷൻ വാങ്ങിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ബുദ്ധിപൂർവ്വമാണ്. അത് ലോകത്തെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിച്ച് പോകണമെന്ന് കോർപ്പറേഷനോടും വലിയ പഞ്ചായത്തോടൊക്കെ പറയാണ്. വെറും അഴിമതി മാത്രമാകല്ലേ. 10% ഓക്കെ കമ്മീഷൻ കിട്ടുമോ നിങ്ങൾ വാങ്ങിച്ചോ, അതിനപ്പുറത്തേക്ക് പോയി ജനങ്ങളുടെ മുമ്പിൽ നാണം കടരുതെന്ന് പറയാണ്. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയും ചെയ്യുന്നുണ്ട്.